കേരള സ്റ്റോറി 2 സിനിമയുടെ പ്രചാരണം പാളി. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ലവ് ജിഹാദ് ഇരകളെന്ന് അവകാശപ്പെട്ട് അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത് മലയാളികളല്ലാത്തവരെ. വിവാദമായ കേരള സ്റ്റോറി 2 സിനിമ കാണാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. കേസ് പരിഗണിക്കുന്ന ജഡ്ജി നാളെയാണ് സിനിമ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക കാണാതിരിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി ഇതിനാലാണ് സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറി 2വിന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടാണെന്ന് പ്രചരിപ്പിക്കാനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചത്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയത്. നേരത്തെ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. അതേസമയം ചിത്രത്തിന്റെ പ്രചരണാർത്ഥം ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ലവ് ജിഹാദ് ഇരകളെന്ന് അവകാശപ്പെട്ട് അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത് മലയാളികളല്ലാത്തവരെയാണ്. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ലവ് ജിഹാദ് ഇരകളെന്ന് അവകാശപ്പെട്ട 37 പേരെ വേദിയിൽ അണിനിരത്തി. കേരളത്തിൽ നിന്ന് ലവ് ജിഹാദ് എങ്ങനെ രാജ്യവ്യാപകമായി പടർന്നു എന്നാണ് ചിത്രം വിശദീകരിക്കുന്നതെന്നാണ് സംവിധായകനായ കമാഖ്യ നാരായൺ സിംഗിന്റെ അവകാശവാദം. എന്നാൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരകളെ വേദിയിലില്ല എന്ന ചോദ്യം നിർമ്മാതാവിനെ ചൊടിപ്പിച്ചു. സിനിമയ്ക്ക് കേരളവുമായി എന്ത് ബന്ധമെന്ന ചോദ്യത്തിന് സത്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു അണിയറ പ്രവർത്തകർ നൽകിയ മറുപടി. ഈ മാസം 27-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.